ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവന്റെ പുതിയ പേര് ലോക് ഭവൻ. ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവന്റെ പുതിയ പേര് ലോക് ഭവൻ. 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന അമേരിക്കൻ നഗരം മിയാമി. 2026 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന അമേരിക്കൻ നഗരം മിയാമി. 56ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ മികച്ച സിനിമയ്ക്കുള്ള സുവർണ മയൂരം പുരസ്കാരം നേടിയ വിയറ്റ്നാമീസ് ചിത്രം സ്കിൻ ഓഫ് യൂത്ത്. 56ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ മികച്ച സിനിമയ്ക്കുള്ള സുവർണ മയൂരം പുരസ്കാരം നേടിയ വിയറ്റ്നാമീസ് ചിത്രം സ്കിൻ ഓഫ് യൂത്ത്. ഓസ്ട്രേലിയയിലെ ലോവി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠന റിപ്പോർട്ട് പ്രകാരം ഏഷ്യൻ പവർ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 3. ഓസ്ട്രേലിയയിലെ ലോവി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠന റിപ്പോർട്ട് പ്രകാരം ഏഷ്യൻ പവർ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 3. ഒന്നാമത് അമേരിക്കയും രണ്ടാമത് ചൈനയുമാണ്. ഇന്ത്യയുടെ സ്ഥാനം 3. പ്രളയബാധിതരായ ശ്രീലങ്കയ്ക്ക് അടിയന്തര സഹായം എത്തിക്കാനായി ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യത്തിന്റെ പേര് ഓപ്പറേഷൻ സാഗർ ബന്ധു. പ്രളയബാധിതരായ ശ്രീലങ്കയ്ക്ക് അടിയന്തര സഹായം എത്തിക്കാനായി ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യത്തിന്റെ പേര് ഓപ്പറേഷൻ സാഗർ ബന്ധു. എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയായ നിഷാൻ ഓഫ് എത്യോപ്യ ലഭിച്ചത് നരേന്ദ്രമോദി. എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയായ നിഷാൻ ഓഫ് എത്യോപ്യ ലഭിച്ചത് നരേന്ദ്രമോദി. 2026 നടക്കുന്ന 4ാം യൂത്ത് ഒളിമ്പിക്സ് വേദി സെനഗൽ. 2026 നടക്കുന്ന 4ാം യൂത്ത് ഒളിമ്പിക്സ് വേദി സെനഗൽ. 2025 ഡിസംബറിൽ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ പേസർ മോഹിത് ശർമ്മ. 2025 ഡിസംബറിൽ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ പേസർ മോഹിത് ശർമ്മ. ശിവഗിരി മഠത്തിന്റെ ശതാബ്ദി സമ്മേളനത്തിന് വേദിയാകുന്നത് മംഗലാപുരം. ശിവഗിരി മഠത്തിന്റെ ശതാബ്ദി സമ്മേളനത്തിന് വേദിയായത് മംഗലാപുരം. രാജസ്ഥാനിൽ നടന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ പുരുഷ വിഭാഗം ഫുട്ബോൾ കിരീടം നേടിയത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. രാജസ്ഥാനിൽ നടന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ പുരുഷ വിഭാഗം ഫുട്ബോൾ കിരീടം നേടിയത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. സംസ്ഥാനത്തെ മുഴുവൻ മൃഗാശുപത്രികളും ഡിജിറ്റലാക്കുന്ന പദ്ധതി ഇ സമൃദ്ധ. സംസ്ഥാനത്തെ